ജീവിതത്തിൽ നിങ്ങൾ 1% റൂൾ ഒന്ന് ശീലിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിലെ ഏത് ലക്ഷ്യവും നേടിയെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു റൂളാണത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. 1% ഇംപ്രൂവ്മെന്റ് ഡെയിലി ഉണ്ടാക്കി കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് നിങ്ങൾ ഉണ്ടാവുന്ന വലിയ മാറ്റത്തെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പടം. നമ്മൾ ഇത് ആധാരമാക്കിയിട്ടുള്ളത് നമ്മുടെ ആറ്റോമിക് ഹാബിറ്റ് എന്നുള്ള ജെയിംസ് ക്ലിയറിന്റെ ഒരു പുസ്തകമുണ്ട്. അദ്ദേഹം അതിൽ പറയുന്നത് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം, ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കണം, വലിയ ലക്ഷ്യങ്ങൾ നേടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു വലിയ കാര്യമല്ല ചെയ്യേണ്ടത്. അത് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് ഹിമാലയം കീഴടക്കണം എന്നുള്ള ആള് നാളെ തന്നെ ഹിമാലയത്തിന്റെ ഏറ്റവും മുകളിലോട്ട് ചാടുകയാണോ ചെയ്യേണ്ടത്? അല്ല, ഒരിക്കലും അത് പോസിബിൾ അല്ല, അല്ലേ? അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ പോയിട്ട് പെട്ടെന്ന് അതിലേക്ക് ചാടിക്കഴിഞ്ഞാൽ നമുക്ക് നേടാൻ പറ്റുമോ? അങ്ങനെ നേടാൻ പറ്റുന്നതല്ല അത് നമുക്ക് അപകടം ഉണ്ടാക്കുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് അത് ആത്മവിശ്വാസവും നമുക്ക് മുന്നോട്ട് പോകാനുള്ള താല്പര്യം കുറയാനാണ് അത് കാരണമാവുക. ഓക്കെ, നിങ്ങൾക്ക് അപ്പൊ അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആറ്റോമിക് ഹാബിറ്റ് ആണ് അദ്ദേഹം പറയുന്നത്. ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ, അഥവാ ഒരു ദിവസം അദ്ദേഹം പറയുന്നത് 1% നിങ്ങൾ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കുക. ഓക്കെ, അപ്പൊ വലിയ മാറ്റം ഒറ്റയടിക്ക് ഉണ്ടാക്കല്ല, മറിച്ച് ഒരു ദിവസം 1% നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ, അപ്പൊ ഇന്നലെ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പൊ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അതിന്റെ 1% അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 യൂണിറ്റ് എന്ന് പറയാം, 1 ഭാഗം എന്ന് പറയാം, എന്തും നിങ്ങൾക്ക് ഉദ്ദേശിക്കാം. ഒരു മാറ്റം നിങ്ങൾ അവിടെ നിന്ന് ഉണ്ടാക്കാം. ഇപ്പൊ ഇംഗ്ലീഷിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് ഒരു ദിവസം ഉണ്ടാക്കാം, നാളെ അടുത്തൊരു ഇമ്പ്രൂവ്മെന്റ്, അപ്പൊ അതിന് പിറ്റേന്ന് അടുത്തൊരു കാര്യം, അങ്ങനെ ഓരോരോ ദിവസം ഓരോ % വെച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അദ്ദേഹം പറയാണ്, ഇപ്പൊ നിങ്ങൾ 1 വർഷം കൊണ്ട് കഴിയുമ്പോൾ നിങ്ങൾ 37 ടൈംസ്, നമുക്ക് വേണമെങ്കിൽ അതിന് 37% എന്ന് പറയാം, കറക്റ്റ് ശതമാനം അല്ലെങ്കിൽ കൂടി 37% അല്ലെങ്കിൽ 37 മടങ്ങ് നിങ്ങൾ എന്തിട്ടുണ്ടാവും, നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഒരു ഏത് കാര്യത്തിലാവട്ടെ, IAS നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു ലക്ഷ്യം ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, എൻ്റെ പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള ഏത് എൻ്റെ കഴിവ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുന്ന ആളാണെങ്കിൽ, ഇപ്പൊ അയാൾ നിൽക്കുന്ന സ്റ്റാൻഡിൽ നിന്നും 37 മടങ്ങ് അയാൾക്ക് അതിൽ ഇമ്പ്രൂവ്മെന്റ്, 37% ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ എത്തിയിട്ടുണ്ടാവും? അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഒരുപാട് ദൂരം, ബഹുദൂരം മുന്നിലെത്തിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഈ 37% നമുക്ക് എങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കാം? ഒറ്റയടിക്ക് 37ലേക്ക് നിങ്ങൾ ചാടേണ്ട ആവശ്യമില്ല. ഓരോ ദിവസവും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ മതി. അപ്പൊ ഇത് തന്നെ നമ്മുടെ പ്രിപ്പറേഷനിലായാലും നമ്മുടെ ഏത് മേഖലയിലായാലും നമുക്കിപ്പം ഏത് ലക്ഷ്യം നേടുമ്പോഴും നമുക്ക് അതിൽ കുറച്ച് കാര്യങ്ങൾ ഇമ്പ്രൂവ്മെന്റ് വരുത്തേണ്ടതുണ്ടല്ലോ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എല്ലാവരും ശ്രമിക്കുന്നുണ്ടാവുക. ആ ശ്രമത്തിൽ നമുക്ക് പറ്റുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യും, ഒറ്റയടിക്ക് വലിയൊരു കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ നമ്മളിപ്പോൾ ഒരു ദിവസം ചെയ്തു തരും, പിറ്റേന്ന് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് കിട്ടൂല. അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ട്രബിൾ കിട്ടാത്ത ആൾക്കാരോ, ഇതിപ്പോ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അപ്പൊ അടിച്ചെടുത്ത് തുടങ്ങാന്നുള്ളത്, അതിന്റെ 1% ഇന്ന് ചെയ്യാം. ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇന്ന് ചെയ്യാം, അതിലാണ് 1%. ആ 1% നിങ്ങൾ ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് കൺസിസ്റ്റൻസ് ആയിട്ട്, ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം എന്നുള്ളത്. കൺസിസ്റ്റന്റ് ആയിട്ട് ഓരോരോ ശതമാനം ഓരോ ദിവസവും ഓരോ ഭാഗം നിങ്ങൾ ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ 1 വർഷം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് 37% ഇമ്പ്രൂവ്. അപ്പൊ നിങ്ങൾക്ക് ഏത് മേഖലയിലും ഇപ്പൊ വീക്കായിരിക്കുന്ന ആളുകൾക്ക്, ഇംഗ്ലീഷ് വീക്കായിരിക്കുന്ന ആളുകൾക്ക് ഒരു ടെൻഷനും വേണ്ട. റെഗുലർ ആയിട്ട് നിങ്ങൾ അതിന് വേണ്ടി, ഇപ്പൊ പറയാറുണ്ട്, ഒരു 10 മിനിറ്റ് ഇംഗ്ലീഷിന് വേണ്ടി നിങ്ങൾ റെഗുലർ ആയിട്ട് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ നിൽക്കുന്ന നിങ്ങളിൽ നിന്നും 37% ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകും. ഹാൻഡ് റൈറ്റിംഗിന്റെ കാര്യത്തിലാട്ടെ, അതുപോലെ തന്നെ മാത്സിന്റെ കാര്യത്തിൽ, ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ, ലാംഗ്വേജ്, സിവിൽ സർവീസ് പഠനം, ഏത് മേഖലയിലായാലും. ഓക്കെ, അപ്പൊ ജീവിതത്തിൽ വലിയ ലക്ഷ്യം നേടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് ചെറിയ മാറ്റങ്ങളിൽ നിന്നും ചെറിയ കാര്യങ്ങളിൽ നിന്നും തുടങ്ങി പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് ഈ ആറ്റോമിക് ഹാബിറ്റ്സ് നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വരുത്താൻ പറ്റിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ എന്ത് ചെയ്യും, വലിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നുള്ളതാണ് ജെയിംസ് ക്ലിയർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത്. അദ്ദേഹത്തിന്റെ ആറ്റോമിക് ഹാബിറ്റ്സ് എന്നുള്ള ജെയിംസ് ക്ലിയറിന്റെ പുസ്തകം മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ അവൈലബിൾ ആണ്. അത് വായിക്കാൻ പറ്റുന്ന ആളുകൾ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. നല്ല ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അതിലൂടെ പറയുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ജീവിതത്തിൽ ഏത് ലക്ഷ്യം ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും അതിന്റെ ഒരു തുടക്കം ഒരു 1% സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളും 1 വർഷം കൊണ്ടും 2 വർഷം കൊണ്ടും ഒരുപാട് മുകളിലോട്ട് എത്തി വലിയ മാറ്റങ്ങൾ ഉണ്ടായി ലക്ഷ്യത്തിലോട്ട് എത്തിയിട്ടുണ്ടാവും. അപ്പം ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ട്, അല്ലെങ്കിൽ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പൊ മറ്റൊരു വീഡിയോ വേണം കൂടാൻ കാണാം. അതുവരേക്കും അതിന് മുമ്പായിട്ട് നമ്മുടെ ഒരു ടെലിഗ്രാം ചാനൽ ഉണ്ട്,
ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് അവൈലബിൾ ആണ്, ജോയിൻ ചെയ്യുക. UPSC, IAS, IPS, IFS പോലത്തെ ലക്ഷ്യങ്ങൾ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ഇൻഡിവിജ്വൽ മെന്ററെ സഹായത്തോടു കൂടി നല്ല മോട്ടിവേഷനൊക്കെ കിട്ടി എല്ലാവിധ പഠിക്കാനുള്ള സപ്പോർട്ടും ക്ലാസ്സുകളും ഡൗട്ട്സുകളും ക്ലിയർ ചെയ്ത് പഠനം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. താല്പര്യമുള്ള ആളുകൾ ഇവിടെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം. അതുവരേക്കും